അബുൽ യസ്ർ എന്ന സഹാബി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കാരക്കയുമായി വന്ന ഒരു സ്ത്രീയെ ചുംബിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള സഹാബിയാണ്. പെട്ടെന്നാണ് സങ്കടം തോന്നിയത്. ഞാൻ ചെയ്തത് വലിയ ഒരു അവിവേകമാണല്ലോ അല്ലാ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു, നീ മറച്ചു വെക്കുക നിന്റെ പാപം, വതുബ് ഇലല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനോട് തൗബ ചെയ്യുക. അബുൽ യസ്റിന് സമാധാനമായില്ല. രണ്ടാമതായി ഉമറുൽ ഫാറൂഖിന്റെ അടുക്കൽ ചെന്നു, അദ്ദേഹവും ഈ മറുപടി തന്നെ പറഞ്ഞു. മൂന്നാമതായി സമാധാനമില്ലാത്ത ആ മനുഷ്യൻ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി. നബിയോട് പറഞ്ഞു, നബിയെ, എന്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു. ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്, എന്തൊരു കഷ്ടമാണ്, ഇങ്ങനെ സംഭവിച്ചു പോയോ. റസൂലുള്ളാഹിക്ക് വലിയ ഒരു ദുഃഖം, പക്ഷേ മൗനമായി തിരുന്നു. അബുൽ യസ്ർ ചിന്തിച്ചു, റബ്ബേ, ഞാൻ നരകാവകാശിയാകുമോ? വഹയിറങ്ങി, അഖിമിസ്സലാത വഅഖിമിസ്സലാത തറഫയിൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ. പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയുടെ ആദ്യയാമത്തിലും നിങ്ങൾ നിസ്കരിക്കുക. എന്തുകൊണ്ടെന്നാൽ ആ നിസ്കാരം നിങ്ങളങ്ങ് നിർവഹിക്കലോടുകൂടെ വഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത്, പാപങ്ങളൊക്കെ അല്ലാഹു അങ്ങ് മായ്ച്ചു കളയുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, നബിയേ, അലിഹാദാ ഖാസ്സ, ഇത് ഇദ്ദേഹത്തിന് മാത്രമുള്ളതാണോ? അം ലിന്നാസി ആമ്മ, അതോ ഇതെല്ലാവർക്കുമുള്ളതാണോ? അതെ, ഇതെല്ലാവർക്കുമുള്ളതാണ്. ബൽ ലിന്നാസി ആമ്മ, ഇതെല്ലാവർക്കുമുള്ളതാണ്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത്, നിസ്കാരത്തിന്റെ ഓരോന്നിനും അല്ലാഹു തമ്പുരാൻ വലിയ സ്ഥാനവും പവിത്രതയും നൽകിയിട്ടുണ്ട്. അതിലുള്ള ഓരോന്നിനും ഒന്നോർത്തു നോക്കൂ. നമ്മൾ അതിൽ നിർവഹിക്കുന്ന സുജൂദിനെ കുറിച്ചും ഓർത്തു നോക്കൂ. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ, ഒരു വ്യക്തി അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് സുജൂദ് ചെയ്യുമ്പോഴാണ്. ലോകം മുഴുവൻ സുജൂദ് ചെയ്യുന്നു. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, വള്ളിച്ചെടികൾ സുജൂദ് ചെയ്യുന്നു, മരങ്ങൾ സുജൂദ് ചെയ്യുന്നു. വലില്ലാഹി യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആ ഒരു സുജൂദ് നിർണിതമായ സമയത്ത് വുളൂഓടുകൂടെ ഖിബ്ലക്ക് മുന്നിട്ട് നമ്മൾ ചെയ്യാൻ. അത് വർദ്ധിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി എന്ന ചെറുപ്പക്കാരനായ സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഴുവൻ സമയവും വല്ലാത്ത സൽക്കർമ്മത്തിലായി അവിടുന്ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സദാസമയവും നബിയുടെ പിന്നിൽ തന്നെ അവിടുന്ന് മാറുന്നില്ല. രാത്രി, തണുപ്പുള്ള രാത്രി, അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ റബീഅത്ത് വെള്ളവുമായി വരികയാണ്. വെള്ളം തരുന്ന സഹാബിയോട് സന്തുഷ്ടനായ ഹബീബ് ചോദിക്കുന്നു, മോനെ, നിനക്കെന്താണ് വേണ്ടത്? എന്നോട് ചോദിക്കൂ. സൽ റബീഅ, റബീഅ, നീ ചോദിച്ചു കൊള്ളുക. റബീഅ പറയുകയാണ്, ഞാൻ മിണ്ടിയില്ലൊന്നും. എന്ത് ചോദിക്കണമെന്നറിയില്ല, എന്തു പറയണമെന്നറിയില്ല. ഞാൻ പിറ്റേ ദിവസം പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ദരിദ്രനാണ്, എനിക്ക് വലിയ തോട്ടങ്ങൾ വേണോ, ഈത്തപ്പനത്തോട്ടങ്ങൾ വേണോ, മലഞ്ചെരിവുകൾ നിറഞ്ഞു നിൽക്കുന്ന ആടുകളും ഒട്ടകങ്ങളും എനിക്ക് വേണോ? ഞാനൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം എന്നോട് വീണ്ടും അവിടുന്ന് ചോദിച്ചു, റബീഅത്തെ, നിനക്കിഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. അവസാനം ഞാൻ കണ്ണീരോടുകൂടെ അവിടുത്തോട് പറയുന്നത്, നബിയേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് തോട്ടം വേണ്ട നബിയെ, എനിക്ക് മൃഗങ്ങളെ വേണ്ട നബിയെ, എനിക്ക് പണം വേണ്ട നബിയെ, എനിക്ക് വേണ്ടത് മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങയോടുള്ള സഹവാസമാണ്. അവ ഗൈറ ദാലിക യാ റബിയ, നിനക്കതുണ്ടാകും റബിയത്തെ, നീ വേറെ വല്ലതും എന്നോട് ചോദിച്ചു കൊള്ളുക. വേറെ ഒന്നും വേണ്ട നബിയെ, അത് തന്നെ മതി യാ റസൂലല്ലാഹ്.
അവിടുന്ന് റസൂലുള്ള പറയുകയാണ്, അത് തന്നെ മതിയെങ്കിൽ ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, കുറെ സുജൂദ് ചെയ്ത് ആ കാര്യത്തിൽ എന്നെ നീ സഹായിക്കണം റബീഅത്തെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപേക്ഷിക്കാൻ ഒരു വകുപ്പില്ല, ഒഴിവാക്കാൻ വകുപ്പില്ല. ഒഴിവാക്കുന്നത് അപകടമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ ധനം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സന്താനങ്ങൾ, ഇതൊന്നും അൻ ദിക്രില്ലാഹ്, നിസ്കാരത്തെ തൊട്ട് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ചെന്ന സമയത്ത് എനിക്ക് വളരെ പരിചയമുള്ള ഒരു നിസ്കരിക്കുന്ന സാധാരണ നല്ല ഒരു ഈമാനുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. ഇഷാ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ കാര്യം മഗ്‌രിബ് നിസ്കരിക്കാതിരുന്നത് എന്തെന്ന് ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞു, സാറേ, ആ സമയത്തെങ്ങാനും കട പൂട്ടിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ കച്ചവടം മുഴുവൻ വെള്ളത്തിലായി പോകും. മഗ്‌രിബിന്റെ സമയത്ത് കുറഞ്ഞ സമയമുള്ളൂ, ആളുകളൊക്കെ പണിയൊക്കെ മാറ്റിയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിശക്തമായ താക്കീത്, നിങ്ങൾ ഒഴിവാക്കരുത്, ഒഴിവാക്കുന്നവന്റെ മരണം അപകടമാണ്. മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ. അത് സൂക്ഷിച്ചയാൾ നിസ്കാരം നിലനിർത്തുക എന്നാ ഖുർആൻ പറഞ്ഞത്, നിസ്കരിക്കാന്നല്ല. നിസ്കാരം നിലനിർത്തണം, കഴിയണം. അതിന് ഒരു കല്യാണത്തിന് പോയാൽ, എന്റെ സഹോദരിമാരെ, വീട്ടിലൊരു സൽക്കാരം സംഘടിപ്പിച്ചാൽ പിന്നെ കുറെ കാലത്തേക്ക് നിസ്കാരമില്ല. ആ ദിവസങ്ങളിൽ നിസ്കാരം തന്നെയില്ല. നിങ്ങൾ അറിയണേ, ആ നിസ്കാരം നമ്മൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കത് വെളിച്ചമാകും, നിങ്ങൾക്കത് തെളിവാകും, നിങ്ങൾക്കത് അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നുമാവില്ലെന്ന് മാത്രമല്ല, വകാന മഅ ഫിർഔന വഹാമാന വഉബൈ ബിൻ ഖലഫ്. അവൻ ഏറ്റവും വലിയ പടച്ചോന്റെ ശത്രുക്കൾ ഹാമാന്റെ കൂടെ, ഫിർഔന്റെ കൂടെ, ഉബൈ ബിൻ ഖലഫിന്റെ കൂടെയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഹദീസിൽ കാണാം, നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ആ വസ്ത്രം അവനെ ശപിക്കുമെന്നാണ്. ലഅനകല്ലാഹു യാ അദുവല്ലാഹ്, എന്റെ അല്ലാഹുവിന്റെ ശത്രുവേ, നിന്നെ അല്ലാഹു ശപിക്കട്ടെ. എന്നെ എങ്ങാനും നിനക്കല്ലാഹു കീഴ്പ്പെടുത്തി തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലഫറർതു മിൻകാ, ഞാൻ നിന്നിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു. അവൻ ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണം അവനെ ശപിക്കുമെന്നാണ്. അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവന്റെ വീടവനെ ശപിച്ചുകൊണ്ട് പറയുന്നത്, വലാ അആദക ഇലാ അഹ്ലിക സാലിമാ, നിന്റെ കുടുംബത്തിലേക്ക് സുരക്ഷിതനായിട്ട് അല്ലാഹു നിന്നെ മടക്കാതിരിക്കട്ടെ എന്നവന്റെ വീട് അവനോട് പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സായാൽ നമ്മൾ കൽപ്പിക്കുന്നവരാണ്. എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആൺകുട്ടികളാണെങ്കിൽ അവർക്കൊരു തൊപ്പി വാങ്ങിച്ചു കൊടുക്കുക, ഒരു ചെറിയ തുണി വാങ്ങിച്ചു കൊടുക്കുക. ആളുകളുടെ ഇടയിൽ പറയാ, ഇവൻ 7 വയസ്സാവാൻ പോവാണ്, അടുത്ത ദിവസം അവൻ നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. പെൺകുട്ടികളാണെങ്കിൽ അവർക്കൊരു നിസ്കാര കുപ്പായം തയ്പ്പിച്ചു കൊടുക്കുക. ആ ചെറിയ നിസ്കാര കുപ്പായമിട്ട്, ആ മൊക്കനയുമിട്ട് അവരിങ്ങനെ നിസ്കരിക്കുമ്പോ നിങ്ങൾക്ക് കാണുന്ന ആനന്ദത്തെക്കാൾ വലിയ ഒരാനന്ദം അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനില്ല. 7 വയസ്സാകുമ്പോ നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സാകുമ്പോ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഫദ്രിബൂഹും അലൈഹാ, നിങ്ങൾ അവരെ അടിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ.
അടി തുടങ്ങണമെന്നതാണ്. പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. അടി തുടങ്ങണം. അതെത്ര പ്രായമാണെങ്കിലും എന്റെ ഉപ്പമാരെ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയണം, നീ നിസ്കരിച്ചോടാ എന്ന്. നിസ്കരിക്കാത്ത ആളുകൾക്ക് ഈ ലോകത്ത് ലഭ്യമാകുന്ന 6 വളരെ ശ്രമകരമായ അവലക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. 1, നിസ്കരിക്കാത്ത മനുഷ്യന്റെ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യൂല. അവൻ 90 വയസ്സ് ജീവിച്ചിട്ടുണ്ടാവും, 78 വയസ്സ് ജീവിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ജീവിതകാലത്ത് സമ്പാദിച്ചതൊന്നുമില്ല. യാ ലൈതനി, അവൻ നോക്കുന്നു യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ, എന്ത് ചെയ്തു എന്ന് നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. ആയുസ്സിൽ ബർക്കത്തില്ല. കുറെ കാശുണ്ടായിട്ടുണ്ടാവും, ധനം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ദുന്യാവിൽ എന്തെങ്കിലും ഉണ്ടായി എന്നല്ലാതെ ആഖിറത്തിന് വേണ്ടി ഒന്നും സമ്പാദിക്കാൻ അവന്റെ പ്രായത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല. മുഅ്മിനിന്റെ അടയാളം മായ്ക്കപ്പെടും. മുഅ്മിനിന് ഒരടയാളമുണ്ടല്ലോ. നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും നല്ല ഒരു മുഖശ്രീയും മുഖപ്രസാദവും ഉണ്ടാകും. അത് മുഅ്മിനിന്റെ അടയാളമാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ്. നിസ്കരിക്കുന്നവരുടെ അടയാളം സുജൂദിന്റെ അടയാളമാണ് എന്നതാണ്. അതവരുടെ പെരുമാറ്റത്തിലുണ്ടാകും, അതവരുടെ മുഖത്തുണ്ടാകും, അതവരുടെ സംസ്കാരത്തിലുണ്ടാകും, എല്ലായിടത്തും അതുണ്ടാകും. മുഅ്മിനായ ഒരു മനുഷ്യൻ അവന്റെ അടയാളം നിസ്കരിക്കാത്തവനുണ്ടാവുകയില്ല. 3, അവന്റെ മറ്റു അമലുകൾക്ക് അല്ലാഹു പ്രതിഫലം നൽകില്ല. 4, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. 5, സജ്ജനങ്ങളുടെ ദുആയിൽ അവൻ ഉൾപ്പെടുകയില്ല. 6, അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുകയില്ല. മുഅ്മിനീങ്ങളെ, നിസ്കരിക്കാത്ത ഒരു മനുഷ്യന്റെ കാര്യം വളരെ അപകടമാണ്. അല്ലേ? പൈസയും അതുപോലെ ധനവും കച്ചവടവും ദുന്യാവിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകളൊന്നും ഇത് ഒഴിവാക്കാൻ നമുക്ക് കാരണമാവരുത്. അബുൽ യസ്ർ എന്ന സഹാബി